എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി സാലഡ് ആയാലോ? നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഡയബറ്റിക്കാർക്കും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ഒക്കെ കുറയുന്നതിന് വളരെയധികം സഹായിക്കും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡും കൂടിയാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ആദ്യം നമുക്ക് ഈ സാലഡിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് അളവിൽ ലെറ്റൂസിൻ്റെ ലീഫാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതോടൊപ്പം ഒരു 2 അല്ലി വെളുത്തുള്ളിയുടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. നല്ല വാട്ടർ കണ്ടൻ്റാണ് ഈ ലെറ്റൂസിൻ്റെ ലീഫ്, അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ചേർത്ത് പോകുമ്പോൾ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും വളരെയധികം നല്ലതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ യോഗട്ട് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഡ്രസ്സിങ് ആണ് നമ്മുടെ ഈ സാലഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സാലഡ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഈ ഗ്രീൻ ഡ്രസ്സിങ് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കുക്കുംബർ, അതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ്. ഇവയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തതാണ്. പിന്നെ ചെറിയ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിളാണ് നമ്മൾ ഈ സാലഡിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇനി പ്രോട്ടീൻ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ പുഴുങ്ങിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ ചെറുപയർ പുഴുങ്ങിയതാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഹെൽത്തി സാലഡൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ വളരെയധികം കുറയുന്നതിന് സഹായിക്കുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മീൽസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊരു ബൗൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നിറയും. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ഡ്രസ്സിങ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവസാനം ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലത് തന്നെയാണല്ലോ. കുക്കുംബറും ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് സാലഡ് എപ്പോഴും നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അത് അധികം അങ്ങ് വെള്ളമാകാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ കുക്കുംബറിൻ്റെയും ടൊമാറ്റോയുടെയും വെള്ളം എല്ലാം ഇറങ്ങി കുറച്ച് വെള്ളം പരുവത്തിലായി പോകും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈമിലേക്ക് ഇത് റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഈ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് പ്രിപ്പറേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. ഡെയിലി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാലഡ് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. സാലഡൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് നമ്മൾ ഇതുപോലെയുള്ള ഡ്രസ്സിങ്ങൊക്കെ തയ്യാറാക്കി സാലഡ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും. ആ സാലഡിൻ്റെ ഡ്രസ്സിങ്ങിലാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മിക്സ് ചെയ്തെടുത്ത സാലഡിൻ്റെ മുകളിലോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.